ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാജ കോർണർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. എഗ് ക്രേപ്പ് റോളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോയാലോ. ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാല് ചേർക്കുകയാണ്. 1/4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ പാലുണ്ടാവും. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യുന്നു വേണ്ട, ആ പാല് മുട്ടയും ഒന്ന് ബ്ലെൻഡായാൽ മതി. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കിച്ചണിൽ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയണത്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിന് വേണ്ട ടോപ്പിംഗ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റിനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണിത്. അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് 2 സൈഡും വേവിച്ചെടുക്കണം. അത് ഞാൻ ഈ അടിഭാഗം വേവിച്ചു. ഞാൻ മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇത് ഞാൻ മറിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്യുവാണ്. ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ഞാൻ സാദാ ചീസാണ് എടുത്തത്. ഇനി ഇത് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് ക്രേപ്പ് റോൾ ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു റോളിംഗ് പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കലാണ്. റോൾ ചെയ്യാൻ നല്ല ഈസിയാണ്, കാരണം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. എഗ്ഗും ചീസും ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്